ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഒരു ട്രാവൽ വ്ളോഗാണ്. കുറേ നാളുകൾക്ക് ശേഷം ട്രാവൽ വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇത് പണിക്കേഴ്സ് ട്രാവൽസ് കണ്ടല്ലോ. പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ ചെറിയൊരു പാക്കേജിലാണ് ഞാനും എൻ്റെ കൂടെ ഉദയ് ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ യു പിയിലൊരു കല്യാണം കഴിഞ്ഞിട്ട് ഡൽഹി വഴി ഒന്ന് മുടങ്ങാണ്ട് പരിപാടിയാണ്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് എന്നാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഡൽഹിയിലെ പ്രധാന സംഭവങ്ങളെല്ലാം കാണാനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ പണിക്കേഴ്സ് ട്രാവൽസിൽ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ എന്തൊക്കെ സംഭവമെന്നും എവിടെയൊക്കെ നമ്മൾ പോകണമെന്നും എന്താ എൻ്റെ എക്സ്പെൻസ് എന്നൊക്കെ എൻ്റെ കൂടെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഡൽഹി കറങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കും ഇതൊന്ന് കണ്ടതിന് ശേഷം പ്ലാൻ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള AC ബസ്സിൽ തന്നെയാണ് യാത്ര കേട്ടോ. യാത്രയുടെ വിശദാംശങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഇഷ്ടമായാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ കേട്ടോ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ 11 മണിക്കൂർ നീളുന്നതാണ് യാത്ര കേട്ടോ. ഇതിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട 8 സ്ഥലങ്ങൾ ഇറങ്ങി കാണിക്കുകയും ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ബസ്സിൽ ഇരുന്ന് തന്നെ കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞുതരാൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇടയ്ക്ക് ചില വിവരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിലും കേൾക്കാം. ഇത്രയും സൗകര്യങ്ങൾക്ക് പണിക്കേഴ്സ് ട്രാവൽസ് ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് 600 രൂപയാണ്. ഇത് കൂടാതെ 150 രൂപയുടെ എക്സ്ട്രാ ടിക്കറ്റ് വേണ്ടി വരും. അതെന്താണെന്ന് നമുക്ക് നമ്മുടെ ഗൈഡ് തന്നെ പറഞ്ഞു കേട്ടോ. ടുഡേ only 3 places entry tickets sir. Listen. Qutub Minar first 50 rupees 50 below 15 children's free. Second Nehru Museum 50 below 3 children's free. Last Red Fort 50 rupees 50 below 15 children's are free. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. ഇത് ശരിക്കും ഒരു വാർ മെമ്മോറിയലാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഗൈഡിന്റെ വിവരണം ഒന്ന് കേട്ടതിന് ശേഷം പുറത്തേക്ക് കിടക്കാം. ഓക്കെ, so first is India Gate sir. Right side you see the teachers, back side is India Gate. India Gate it was built by British sir. Those Indian soldiers died in a first world war. In a first world war, the total soldier, the name written here, every soldier mentioned for India Gate is total like India Gate bottom to top 125 feet high, 1 to 5. But it's not India Gate, is a wrong. India Gate is only for Bombay. You know, only for Bombay, no? It's a called Gate of India, not India Gate. The real name is a War Memorial. War Memorial. And War Memorial Hindi you told Shahidi Smarak, जिसको हिंदी में बोलते हैं शहीदी स्मारक और वार मेमोरियल. सो इंडिया के बैक साइड सर बिहाइंड द स्टैचू, ब्लैक कलर स्टैचू, फ्रीडम फाइटर सुभाष चंद्र बोस स्टैचू. उसके बैक साइड में स्टैचू रहते हैं ब्लैक कलर सुभाष चंद्र बोस स्टैचू से. ഇത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഡൽഹിയിൽ ഞങ്ങളുടെ പ്രത്യേകത ഇവിടുത്തെ ഈ പച്ചപ്പും വൃത്തിയും ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ വീഡിയോയുടെ നീളം അല്പം ഒന്ന് കൂടിയാലും ക്ഷമിച്ചേക്കണം കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധകാലത്തും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും മരണമടഞ്ഞ 70,000 യോദ്ധാക്കളിൽ ഏകദേശം 13,500 പേരുടെ പേരുകൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്.
അപ്പോൾ ദേ ഈ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റിന്റെ പുറകുവശത്തു നിന്നുള്ള വ്യൂ കേട്ടോ. ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതിമയും കാണാൻ സാധിക്കും. ഇനി ഇവിടുന്ന് അടുത്ത യാത്ര ലോട്ടസ് ടെമ്പിളിലേക്കാണ്. 1986 പണി പൂർത്തിയാക്കിയ ഈ ലോട്ടസ് ടെമ്പിൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിമനോഹരമായി ഒരു താമരയുടെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഈ പരിസരത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ, അതൊന്ന് ശരിക്കും കണ്ട ശേഷം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. എല്ലാ ജാതി മതങ്ങൾക്കും ഒരേ പരിഗണന നൽകുന്ന ബഹായി വിശ്വാസപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ ടെമ്പിളിൽ ജാതിമത ഭേദമോ ലിംഗഭേദമോ ഇല്ലാതെ എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും അലൗഡല്ല, പരിപൂർണ്ണ നിശബ്ദതയാട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ ദൃശ്യങ്ങൾ ഒന്നും കാണിക്കാൻ സാധിക്കുന്നില്ല. പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന അതിമനോഹരമായ ഒരു വ്യൂ ആണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുത്തബ് മീനാർ ആണ് കേട്ടോ. അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചേട്ടായിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. Gurdwara Bangla Sahib Sikh Temple, Ashoka Road is the name. Near the road, Ashoka Road. Again, for left side building, YWCA. ये building है. YWCA behind YMCA building. Again, for left side building है multi-story building. Delhi Police Headquarters. ये building है. Left side. Police Headquarters. Delhi Police Headquarters. Right side is the pass is the building, pink color, Election Commission of India. The building. Right side. Election Commission of India. Nirvachan Southern building, Nirvachan Yog. Patel Chowk is the name this place, Patel Chowk. Right side you see the center is the middle is a statue, black color, Sardar Vallabhbhai Patel statue. Center, middle is a statue, is a black color. Sardar Vallabhbhai Patel, Iron Man of India. Same road, Ashoka Road, again for right side building, multi-story building, white color, Sanchar Bhavan building, right side. Lee married in 5-star. Sir, I'm telling you, every place, sir, beware of pickpocketing, sir. Same road, Ashoka Road, you see the both side, right and left, white color flags is all our MPs and minister houses. The member of parliament, right and left both sides. Prime Minister Narendra Modi residence. देखिए कमांडोज, पूरा लाइन को कमांडोज रहते हैं, फुल टाइट सिक्योरिटी है.
Left side, boundary wall, Embassy of Norway. And left side, the boundary wall, Embassy of China. The People's Republic of China. Left side. Again, the left side, boundary wall, High Commission of Sri Lanka. Left side, boundary wall, National Police Memorial. Answer. Right side. Right side, center. Three statue. Three Indian regiment. The participate of First World War. Jodhpur Force, Mysore Force, and Hyderabad Force. നമ്മൾ കുത്തബ് മിനാറിലേക്ക് എത്തി. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് കുത്തബ് മിനാർ. ഇതിൻ്റെ ഉയരം 72.5 മീറ്ററാണ്. ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. 1119 ദില്ലി സുൽത്താനായിരുന്ന ഖുതുബുദ്ദീൻ ഐബക്ക് ആണ് 5 നിലകളുള്ള ഇതിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. അതിനുശേഷം സുൽത്താൻ ഇൽത്തുമിഷ് 1229 മറ്റു നിലകളുടെ പണിയും പൂർത്തീകരിച്ചു. മിനാർ കൂടാതെ അലായ് ദർവാസ എന്ന ഗേറ്റ് വേ, ഒരിക്കലും തുരുമ്പിക്കാത്ത അയൺ പില്ലർ ഓഫ് ഡൽഹി, ഇൽത്തുമിഷിൻ്റെയും ഇമാം സമീനിൻ്റെയും ശവകുടീരങ്ങൾ, അലാവുദ്ദീൻ ഖൽജി തുടങ്ങി വെച്ച് പണി പൂർത്തിയാക്കാത്ത അലായ് മിനാർ എന്ന ഒരു ടവർ എന്നിവ ഉൾപ്പെടെ ഇൻഡോ ഇസ്ലാമിക വാസ്തുകലയുടെ മനോഹരമായ കുറേ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അയൺ പില്ലർ ഓഫ് ഡൽഹി കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഇൽത്തുമിഷിൻ്റെയും ഇമാം സമീനിൻ്റെയും ശവകുടീരങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇതാണ് അലായ് മിനാർ എന്ന് പറഞ്ഞ പണിതീരാത്ത ടവർ. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ചും ഒപ്പം കുറച്ച് പർച്ചേസിങ്ങും എന്ന ആശയത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് കണ്ടാൽ ഒറ്റയടിക്ക് നമ്മൾ മലയാളികൾ മഹാബലി എന്ന് വായിക്കുമെങ്കിലും മഹാബെല്ലി എന്നാണ് ശരിക്കുള്ള പേര്. അതായത് ഹിന്ദിക്കാരെയും മലയാളികളെയൊക്കെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പേര്. ഇതിന് മുന്നിലായിട്ട് ഇവിടെ രാഷ്ട്രീയം പറയാം എന്നൊരു ബോർഡ് മലയാളത്തിൽ തന്നെ കണ്ടു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു മലയാളി താലി മീൽസ് തന്നെ ഇവിടുന്ന് കഴിക്കാൻ സാധിച്ചു കേട്ടോ. ഭക്ഷണത്തിന് ശേഷം നേരെ എതിർവശത്തുള്ള ITDC അഥവാ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒരു പർച്ചേസിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും വസ്ത്രങ്ങളുടെയും ജുവലറികളുടെയും നല്ലൊരു കളക്ഷനുണ്ട്. വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് അതൊന്നും കാണിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മരണസമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ബാഗ്, ചെരുപ്പ് ഇവ കൂടാതെ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പിന്നെ അവർക്ക് ലഭിച്ച സമ്മാനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞാൽ പിന്നെ രാജീവ് ഗാന്ധി സെക്ഷനാണ്. ഇവിടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി സ്ഥിരമായി ധരിച്ചിരുന്ന ഖാദി കുർത്ത, ചെരുപ്പുകൾ എന്നിവയും പിന്നെ മരണസമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകളുമായി കുറേ ചിത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ബെഡ്റൂം, പൂജാ റൂം, ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഓർമ്മകളുമായിട്ട് 1984 ഒക്ടോബർ 31 ശ്രീമതി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമ്മുടെ ചേട്ടായി തന്നെ പറഞ്ഞു തരും കേട്ടോ. Museum, India's first is the late Prime Minister Pandit Jawaharlal Nehru residence. So Nehru is lived and died the same place due to heart attack 27 May 1964. The building was in Delhi in 1930. Inside you see the Nehru is a live photography, paper cutting, study room, guest room, dining hall. Right side center, 3 statue, 3 Indian regiment that participated in First World War. Jodhpur Force, Mysore Force and Hyderabad Force. Our right side building, Teen Murti Bhavan, Nehru Memorial Museum. So Nehru lived and died the same place. നമ്മളിപ്പോൾ തീൻമൂർത്തി ഭവൻ അഥവാ പ്രധാനമന്ത്രി സംഗ്രഹാലയയിലാണുള്ളത്. ഇവിടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും പിന്നെ മറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഒരുപാട് ഓർമ്മകളുടെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കാരണം ഉള്ളിലെ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി ഉപയോഗിച്ചിരുന്ന കാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തായി ഇന്ത്യൻ ഭരണഘടന പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഇടവേളയിൽ വീണ്ടും നമുക്കൊരു അല്പസമയം നമ്മുടെ ചേട്ടായുടെ കൂടെ കൂടാം. ആർമി ഹെഡ്ക്വാർട്ടർ ഫോർ സേന ഭവൻ. South block behind North block. Old Parliament. Pink color building, new Parliament in front of you. This is in front of you road blocks, full tight security here. So after barricade only for staff, employees and staff members only. Around shape old Parliament or pink color new Parliament house. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്ഘട്ടിലാണ്.
രാജ്ഘട്ടിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. 1948 ജനുവരി 31 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്ന സ്ഥലം ഒരു സ്മാരകമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഏകദേശം 40 ഏക്കറോളം വിസ്തൃതിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് ആ മഹാത്മാവിൻ്റെ ഓർമ്മ ഒന്നുകൂടെ പുതുക്കാം. അപ്പോൾ അതേ നമ്മൾ അവസാനമായിട്ട് എത്തിയിരിക്കുന്നത് റെഡ് ഫോർട്ടിലാണ്. ലാൽ കില എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന ഈ കോട്ട വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും 17-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതുമായ ഒരു മുഗൾ കോട്ടയാണ്. ഇതിൻ്റെ മെയിൻ വാതിലിലേക്ക് എത്താൻ കുറച്ചധികം ദൂരമുള്ളതുകൊണ്ടും അവിടേക്ക് വലിയ വാഹനങ്ങൾ അലൗഡ് അല്ലാത്തതുകൊണ്ടും ഞങ്ങൾ അവരുടെ തന്നെ റിക്ഷാ സൗകര്യം ഉപയോഗിച്ചാണ് അവിടേക്ക് പോയത്. ഇനി ഈ കോട്ടയുടെ ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും അതിമനോഹരമായ മുഗൾ ആർക്കിടെക്ചർ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇത്രയും കണ്ട സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇവിടെ കണ്ട പ്രത്യേകത, ഇവിടേക്ക് കയറുന്ന ഭാഗം ഒരു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലെയാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരിവിടെ കാണാൻ സാധിക്കുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഇനി കോട്ടയുടെ ഉള്ളിൽ കടന്നാലും മുഗൾ നിർമ്മാണ ശൈലി വിളിച്ചോതുന്ന ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് നടന്ന് കാണാം കേട്ടോ.
അപ്പോൾ ഞങ്ങളിതിപ്പോൾ റെഡ് ഫോർട്ടും കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക. ട്രിപ്പ് ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, ഡൽഹി അറ്റ് എ ഗ്ലാൻസ് ഒറ്റയടിക്ക് ഒരു 600 രൂപയ്ക്ക് കാണാനുള്ള ഓപ്ഷനാണ്. ബാക്കി കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാരണം വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടുവെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം പ്രതീക്ഷ.